എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. ഈ വീഡിയോയിൽ OET റൈറ്റിംഗിൽ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഡീറ്റെയിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസ് ആക്കാം എന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ഓർ ഫ്രേസ് എന്ന ഫോർമാറ്റിൽ വരുന്ന സെൻറ്റൻസസിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് വിളിക്കാറുള്ളത്. പ്രധാനമായി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് 3 യൂസേജസ് ആണ് ഉള്ളത്. ആദ്യം തന്നെ പൊതുവായിട്ടുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ പറയുവാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, സൂര്യൻ കിഴക്കുദിക്കുന്നു, ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം, മഴവില്ലിന് 7 നിറങ്ങളുണ്ട് ആൻഡ് സോ ഓൺ. രണ്ടാമതായി, ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെക്കുറിച്ചുള്ള വസ്തുതകൾ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, അവൻ രാവിലെ എണീക്കും, സീത നന്നായി പഠിക്കും, അവൾക്ക് 3 കാറുണ്ട് ആൻഡ് സോ ഓൺ. ഒരു വ്യക്തിയുടെ ശീലങ്ങൾ പറയുവാനും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, അവൻ എല്ലാ ദിവസവും രാവിലെ എണീക്കും, അവൾ ഇന്നും പത്രം വായിക്കും, അവൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും, എറ്റ്സെട്ര. ഇനി നമുക്ക് OET കേസ് നോട്ട്സിൽ സാധാരണമായി കണ്ടുവരുന്ന കുറച്ച് സോഷ്യൽ ഡാറ്റ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് സെൻറ്റൻസായി കൺവേർട്ട് ചെയ്യാം. നാസർ അലി എന്ന പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഡാറ്റ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം അതൊന്ന് വായിച്ച് നോക്കുക. ഐ ഹോപ്പ് യു ഹാവ് റെഡ് ദ ഡാറ്റ. ഇനി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് ഓരോ ഡാറ്റയും സെൻറ്റൻസായി ട്രാൻസ്ഫോം ചെയ്യാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് അല്ലെങ്കിൽ ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വേർബിൻ്റെ ബേസ് ഫോമാണ് അഥവാ V1 ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് ഫർദർ ഡീറ്റെയിൽസ് നമ്മൾ എഴുതും. ബാക്ക്ഗ്രൗണ്ട് പാരാഗ്രാഫിൽ ഒരു 90% കേസിലും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് പേഷ്യൻ്റ് തന്നെയാണ്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫാമിലിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്പൗസിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മാത്രം അവർ സബ്ജക്റ്റ് ആവുന്നു. ഇനി നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും ഡാറ്റ ആൻഡ് എന്ന കണക്ടർ ഉപയോഗിച്ച് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ട്രാൻസ്ഫോം ചെയ്യാം. ഇവിടെ മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് ആണ്, ആൾക്ക് 7 കുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് മിസ്റ്റർ അലി ഈസ് മാരീഡ് ആൻഡ് ഹാസ് 7 ചിൽഡ്രൻ. അതായത് മിസ്റ്റർ അലി മാരീഡ് ആണ്, ആൾക്ക് 7 കുട്ടികളുണ്ട്. ഇവിടെ മിസ്റ്റർ അലി ഈസ് മാരീഡ് എന്ന് പറയുമ്പോൾ മിസ്റ്റർ അലി സബ്ജക്റ്റ്, ഈസ് വെർബ്, മാരീഡ് എന്നുള്ളത് ഫ്രേസ് ആണ്. ഈസ് എന്ന വാക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആണ് എന്നുള്ളൊരു വാക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാസ് ഒരു സെൻറ്റൻസിൻ്റെ മെയിൻ വേർബായിട്ട് വരുമ്പോൾ ഉണ്ട് എന്നുള്ളൊരു ട്രാൻസ്ലേഷനിലോട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ലിവിങ് സ്റ്റാറ്റസും അക്കോമഡേഷനും ഒരൊറ്റ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഹി ലിവ്സ് വിത്ത് ഹിസ് ഫാമിലി ഇൻ എ റെൻ്റൽ ഫ്ലാറ്റ്. ഇവിടെ ഹി സബ്ജക്റ്റാണ്, ലിവ്സ് എന്നുള്ള വേർബാണ്, വിത്ത് ഹിസ് ഫാമിലി ഇൻ എ റെൻ്റൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഫ്രേസ് ആണ്. അതായത് അവൻ്റെ കുടുംബത്തോടൊപ്പം ഒരു റെൻ്റൽ ഫ്ലാറ്റിൽ താമസിക്കുന്നു. ഫാമിലി ആർ റെഫ്യൂജീസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വി ക്യാൻ റൈറ്റ് ദേ ആർ റെഫ്യൂജീസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. അതായത് അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള റെഫ്യൂജികളാണ്. ഇവിടെ ദേ ആണ് സബ്ജക്റ്റ്, ആറ് വേർബ്, റെഫ്യൂജി ഫ്രം അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് ഫ്രേസ് ആണ്. ഇനി ആളുടെ എംപ്ലോയ്മെൻറ്റ്, ആളൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഹി വർക്ക്സ് ആസ് എ ടാക്സി ഡ്രൈവർ. അതായത് അവൻ ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ആളുടെ നെക്സ്റ്റ് ഓഫ് കിൻ വൈഫാണ്, വൈഫിൻ്റെ പേര് ഫാത്തിമയാണ്. അതുപോലെ തന്നെ ഈ ഫാത്തിമ ഒരു ഹൗസ് വൈഫാണ്. ഈ 2 ഡാറ്റ ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച് നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഹിസ് നെക്സ്റ്റ് ഓഫ് കിൻ ഈസ് ഹിസ് വൈഫ് ഫാത്തിമ ഹൂ ഈസ് എ ഹോം മേക്കർ. ഹിസ് നെക്സ്റ്റ് ഓഫ് കിൻ എന്നുള്ളതാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഈസ് എന്നുള്ളത് വേർബാണ്, ഈസ് ഹിസ് വൈഫ് എന്ന് പറയുന്നത് ഫ്രേസ് ആയിട്ട് വരുന്നു. ഹൂ ഈസ് എ ഹോം മേക്കർ എന്ന് പറയാൻ നേരത്ത് ഹൂ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ആ ഹൂ പോയിന്റ് ചെയ്യുന്നത് ഹിസ് നെക്സ്റ്റ് ഓഫ് കിന്നെ തന്നെയാണ്. ഇവിടെയും ഈസ് വേർബായിട്ട് വരുന്നു. എ ഹോം മേക്കർ എന്നുള്ളത് ഫ്രേസ് ആണ്. നെക്സ്റ്റ് ഡാറ്റ ലാംഗ്വേജസ് ആണ്. അവിടെ പറയുന്നത് ആൾ ഡാരിയാണ് സംസാരിക്കുന്നത്, ആൾക്ക് ഇംഗ്ലീഷിൽ മിനിമം കോൺവെർസേഷണൽ എബിലിറ്റി ഉള്ളൂ. വി ക്യാൻ റൈറ്റ് ഹി സ്പീക്സ് ഡാരി. ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, സ്പീക്സ് എന്നുള്ളതാണ് ബേസ് ഫോം ഓഫ് വേർബ്, ഡാരി എന്നുള്ളത് ഫ്രേസ് ആയിട്ട് വരുന്നു. നമുക്ക് ആൻഡ് യൂസ് ചെയ്ത് ബാക്കി കാര്യം കൂടെ പറയാം. ഹി സ്പീക്സ് ഡാരി ആൻഡ് ഹാസ് മിനിമൽ കോൺവെർസേഷണൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ്. ഇവിടെ ആൻഡ് ശേഷം പറയുന്നതിൽ ഹി തന്നെയാണ് സബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഹാസ് ആണ് ഇവിടെയും വേർബ്. ഹാസ് എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് എന്നുള്ളൊരു പരിഭാഷയാണ് മലയാളത്തിൽ വരുന്നത്. 9th ഡാറ്റ ചെയിൻ സ്മോക്കർ, അതുപോലെ തന്നെ ആൽക്കഹോളിക് എന്നാണ്. നമുക്ക് OET ലെറ്ററിൽ ഒരിക്കലും സ്മോക്കർ എന്നുള്ള വാക്കോ ആൽക്കഹോളിക് എന്നുള്ള വാക്കോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ജഡ്ജ്മെൻറ്റിലായി പോകും. സോ വി ക്യാൻ റൈറ്റ് ഹി സ്മോക്സ് ഇൻ എക്സസ്. അതായത് അവൻ എക്സസ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ റൈറ്റ് ഹി കൺസ്യൂംസ് ആൽക്കഹോൾ. അതായത് അവൻ മദ്യപിക്കുന്നു. ലാസ്റ്റ് വൺ, നോ ഫാമിലി ഡോക്ടർ. വി ക്യാൻ റൈറ്റ് ഹി ഹാസ് നോ ഫാമിലി ഡോക്ടർ. ഹി ഹാസ് നോ ഫാമിലി ഡോക്ടർ എന്ന സെൻറ്റൻസിൽ ഹി ആണ് സബ്ജക്റ്റ്, ഹാസ് എന്നുള്ള വാക്കാണ് വേർബായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് ഹാസ് നോട്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഇല്ല എന്നുള്ളൊരു ട്രാൻസ്ലേഷനാണ് വരുന്നത്. OET റൈറ്റിംഗിൽ ഒരു 90% സോഷ്യൽ ഡാറ്റയും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസായി ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. ഓരോ ഡാറ്റയും ട്രാൻസ്ഫോം ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർബ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. I hope you have learned how to write a patient's social detail using simple present tense. See you in the next video.